അല്ല, ഉള്ളത് പറഞ്ഞാൽ കാണുന്നില്ല. ഭാര്യയുടെ മുമ്പിൽ അയാൾ തൊട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ കുടിക്കില്ല. ഭാര്യ പറഞ്ഞു പിന്നെ കുടിക്കരുത്, പാടില്ല, ഇസ്ലാമിൽ പാടില്ല, ലഹരി പാടില്ല. നിങ്ങൾ പിന്നെ പണ്ടേ അതിൻ്റെ ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മുഴുവനായിട്ട് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തോ ഒരു കാലക്കേട് നിങ്ങൾ കുടിച്ച് കഷ്ടകാലത്തിന് ഉമർ ഖത്താബ് തങ്ങളെ കയ്യിൽ പെട്ടുകയും ചെയ്ത്. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയിട്ടുമായി. ഇനിയിപ്പോൾ എന്തോ ആക്കം കൊണ്ടില്ല, ഏതായാലും പോയത് പൊട്ട്, ഇനി കുടിക്കണ്ട. ഇല്ലില്ല, ഇനി ബണ്ണൊക്കെ തന്നങ്ങും വേണ്ട. എപ്പോൾ ആ ടൈമുള്ളൂ അയാൾ ചെന്ന ഇനി ബണ്ണൊക്കെ തന്നങ്ങും നക്കെ വേണ്ട, വിദേശി മദ്യകോണം തന്നൊക്കെ വേണ്ട. അങ്ങനെ കുറെ നാൾ അങ്ങനെ പോയി. 40 പോയി. ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ 42 ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ പാടി പോയില്ലേ. അതങ്ങനെ ഒട്ടുഗുണ ബെട്ട ഹത്തിയത് റൂബിടതു. അത് എല്ലാവർക്കും അങ്ങനെ മറക്കാവില്ല അത്ര വേഗം. ഇയാൾ പോകുമ്പോഴത്തേക്ക് എന്താക്കി വന്നിട്ടുണ്ട് പെഞ്ഞാരോട്ട് കേട്ട് പെണ്ണെ ഞാൻ പോവുകയാ, ബജാറിൽ പോണം. പക്ഷെ സാധാരണ പോകുമ്പോ അയാൾ ചാക്കും പാക്കും ഗോണിയും ചീലയുമാ ചോദിക്കുന്ന സാധന സാമഗ്രികൾ കൊണ്ടുവരാൻ, ഈത്തപ്പഴം കാരൊക്കെ കൊണ്ടുവരാൻ സാധാരണ ചോദിക്കുന്നത് ചാക്കും പാക്കും ഗോണിയും ചീലയുമാണ്. പക്ഷെ അന്ന് അതോടൊപ്പം ചോദിച്ചു ഒരു കുപ്പി, ഒരു കഷ്ണം തുണി. ഭാര്യ കന്തിരിഞ്ഞു പോയി, ഭാര്യ ഞെട്ടിപ്പോയി. എന്തിനാണ് കുപ്പി, എന്തിനാണ് തുണി? തുണിശീല, ശീലയുടെ കഷ്ടം, തുണിയുടെ കഷ്ടം എന്തിന്, കുപ്പി എന്തിന് എന്ന് ചോദിച്ചപ്പോ ഭർത്താവതാ സത്യസന്ധമായി തന്നെ പറഞ്ഞു പെണ്ണ് സഹിക്കുന്നില്ല മോള്, ക്ഷമിക്കാനാവുന്നില്ല പെണ്ണ്, കുടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു കുറച്ച് കുടിച്ചില്ലെങ്കിൽ നിനക്ക് ശരിയാവേല. നിന്റെ എല്ലാ നെട്ടും ബോൾട്ടും ലൂസായിട്ടുണ്ട്. ഒന്ന് ഉഷാറാകണമെങ്കിൽ ഒരു 150 ഇപ്പൊ ഇടണോ. എപ്പോഴും വേണ്ട, കണ്ടിനാക്കണ്ട. ഏതായാലും ഇന്ന് കുറച്ചിട്ടിട്ടേ വേണോ എന്ന് എന്റെ തടി പറയുന്ന. അതുകൊണ്ട് പെണ്ണെ ഞാൻ അവിടെ ഇട്ടിട്ട് വരുന്നില്ല. അന്ന് നീ ഇട്ടിട്ട് വന്നിട്ടാകുമ്പോ പാതി വെയിലാ ഉമർ ഖത്താബ് തങ്ങളെ കണ്ടത്. ഇന്ന് ഞാൻ അവിടെ കുടിക്കണില്ല, ബാറിൽ പോയിട്ട് കുടിക്കുന്നില്ല. എന്താ പറയാ, കുടി ഷേന്തി അങ്കടി അല്ലേ. ഗടങ്ക് എന്താ, കടമ്പ എന്തല്ലേ പേര്. നിങ്ങൾക്ക് എന്തോന്നു, നിങ്ങൾ പോയെങ്കിൽ അള്ളാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ടെ. അതിന്റെ പേര് അതിന്റെ ആൾമാരൊട്ടമേക്കോണം അല്ലേ 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 ഉസ്താദ്. പിന്നെ അങ്ങനെ ഇയാൾ ചെന്നു ഞാൻ അവിടെ പോയിട്ട് കുടിക്കുന്നില്ല. അവിടെ കുടിച്ചിട്ട് വരുമ്പോ കാലക്കേടിന് അന്നത്തെ പോലെ ഉമർ ഖത്താബ് തങ്ങളാ അല്ലെങ്കിൽ വേറെ കണ്ടെങ്കിൽ ഏതായാലും 2 വല്ല് പോയി, ഇനി ബാക്കി 4 പോകും. അപ്പൊ അവിടെ വേണ്ട, നീ ആ കുപ്പിയിൽ ഞാൻ ബീറ്റിട്ട് കൊണ്ടുവരാം. അപ്പൊ കുപ്പി ഓക്ക് പിന്നെ വേറെ ഒന്നും മുണ്ടാനാന്നില്ല ഭാര്യക്ക്, ഭർത്താവല്ലേ. പിന്നെ ഇങ്ങനെ ഈ കുടിക്കുന്ന മനുഷ്യന്മാർ വീരശൂര പരാക്രമികളുമല്ലേ, ഇന്നൊന്നും പറയാൻ പറ്റുന്നുമില്ലല്ലേ. ഏതായാലും കുപ്പി കൊടുത്തിട്ട് വേണ്ട, നീ കുപ്പി കൊണ്ട നീ വയലൊന്നും പറയണ്ട, നീ കുപ്പി കൊണ്ട. പിന്നെ ഓളെന്താക്കണ്ടി, പെണ്ണൊരു പാവല്ലേ. ഭാര്യമാർ അങ്ങനെയാണല്ലോ, കഴിവിന്റെ പരമാവധി ശ്രമിക്കും, നല്ലോണം ഉപദേശിക്കും, ഭർത്താവിന്റെ നന്മക്ക് വേണ്ടി നല്ലോണം പ്രയത്നിക്കും, പ്രാർത്ഥിക്കും. പക്ഷേ ഇവനാണെങ്കിൽ തീരെ മൂക്കില്ലാത്തവനാണെങ്കിൽ പിന്നെ പോകുന്ന വഴിയിൽ പോകട്ടെ എന്ന് വെക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ആ പെണ്ണതാ ഒരു കുപ്പി കൊടുക്കുന്നു. ശീല കൊടുക്കുന്ന നേരത്ത് ഒരു കഷ്ണം തുണി ചോദിച്ചു, അത് കൊടുക്കുന്ന നേരത്ത് പെണ്ണ് ചോദിച്ചു തുണി കഷ്ണം എന്തിനാണ്? ആ ഭർത്താവ് പറഞ്ഞു പത്രേ, അതേ പെണ്ണ് ആ കള്ളിന്റെ മണം കേട്ടിട്ട്, മണമാസ്വദിച്ചിട്ട്, അവിടുത്തെ ആ കുപ്പിന്റെ സ്റ്റൈല് കണ്ടിട്ട് ഒരു വേള ഞാൻ അവിടെ തന്നെ കുടിച്ചു പോയെങ്കിലാ പാട്ട് പാടാതെ പറകു വേണായിട്ട്, നിന്റെ വായരോൾക്ക് തള്ളിവെക്ക് വേണായിട്ട് ഒരു കണ്ട തുണി കൊണ്ടുപോവാ. അങ്ങനെ ഉണ്ടല്ലേ, വേണ്ട ബിരിയാണി വേണ്ട എന്നൊരു പോയമോ കൂടെ സത്തിയിട്ട് പോയിരാ ബിരിയാണി നക്ക് വേണ്ട, അവിടെ ബട്ടമേ കാലി പോ. അതങ്ങനല്ലേ, അതിന്റെ മണ പറയുമ്പോ ആർക്കത് ബാക്കിയാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ട് ചിലപ്പോ. എന്ന പോലെ അയ്യാളും അങ്ങനെ പറഞ്ഞ അവിടെ സമയം കുടിക്കുമ്പോഴാണ്. ഏതായാലും ആ പെണ്ണെ കൊടുത്തു പോയാൽ പോയി. മഹാനായ ഈ മനുഷ്യൻ അന്നും ഇതേപോലെ കള്ളുമായി വന്നു, കുടിച്ചില്ല. വീട്ടിൽ കുടിക്കാമെന്ന് കരുതിയിട്ട് ഒരിത്തിരി കള്ളും ലഹരിയുമായിട്ട് അയാൾ വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആരും കാണരുത് എന്ന് പറഞ്ഞിട്ട് രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച, ആരും അറിയരുത് എന്നുദ്ദേശിച്ച് ആരും പറയാത്ത വഴിയിലൂടെ, ഏതോ ഉൾവഴിയിലൂടെ അയാളതാ തന്റെ വീട് ലക്ഷ്യമാക്കി ധൃതഗതിയിലോടുകയാണ്, നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ മുമ്പിലതാ പെട്ടുപോയി ഉമർ ഖത്താബ് തങ്ങള്. അന്ന് അടികൊണ്ടതിന്റെ ശേഷം പിന്നെ കാണുന്നത് ഇന്ന് അപ്പൊ ഏതായാലും ഫസ്റ്റ് കണ്ടപ്പോ ഒരു ക്ഷേമാന്വേഷണം ഉണ്ടാകുമല്ലോ.
സുഖവിവരം കേൾക്കലുണ്ടാകുമല്ല. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചോ, അല്ല എങ്ങനെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്, റാഹത്താണ്, പരമസുഖമാണ്. പക്ഷെ ഇയാള് പറയുമ്പോ എന്നെ കരിച്ചല് വരുന്ന, ഇയാള് പറയുമ്പോ വിറക്കുന്ന, ഇയാള് പറയുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഉമർ ഖത്താബ് തങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നി. അതങ്ങനെ കാരണം ഇയാൾ അത്ര വലിയൊരു ഇയാളിപ്പുണ്ടല്ലോ കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിട്ട് ചെറിയ കിടാവോട് ചിരിച്ചോണ്ടുണ്ട്. അവിടെ വലിയ അങ്ങ് ഉമ്മമാർത്തിൽ കൺട്രോൾ ആക്കറ പോലെ ജോറാക്കണ്ട. അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, നല്ലവരാക്കട്ടെ. അത് വലിയ അങ്ങക്ക് വയലുകൊക്കെ ബുദ്ധിമുട്ടാവും. ഞാൻ ഈ ചരിത്രം ഇത്ര നീട്ടിയിട്ട് എന്തൊക്കെ ചൊന്നു വന്ന് ഇത് പറയുന്നതിനാ വെച്ചാല് ദുആന്റെ ഒരു മഹത്വം പറയാനാണ്. ദുആന്റെ ഒരു മഹത്വം. ഞങ്ങൾ നല്ലവരല്ലല്ലോ ഉസ്താദ്, ഞങ്ങളെ ദുആ സ്വീകരിക്കുക എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. എങ്കിൽ അവർ കേട്ടോ. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചോ, എന്താണ് നീ ഒരു വിറക്കുന്നത്? നീ എന്തിങ്ങനെ വിറക്കണം? എന്തേ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇല്ല തങ്ങൾ, ഒന്നുമില്ല തങ്ങൾ, റാഹത്ത്. അല്ലല്ല എന്തോ ഉണ്ട് എന്ന് പറയുമ്പോ കുപ്പിതായി വീണു, കൂടുന്നു വീണു. അയാളെ എടുത്തിട്ട് അയാൾക്ക് പൊന്തു നെയ്യില്ല, ഈ ഭഗ്യത് നേരാ നെയ്യില്ല, ആവലല്ലേ. കാരണം എതിരിൽ അങ്ങനത്തെ ആളല്ലേ, മറന്നിട്ടും ഇല്ലല്ലേ, 40 നാളെ എത്രയല്ലേ. ഇയാളെങ്ങനെ ഈ പൊന്തിക്കുന്നതിന് ഇങ്ങനെ കുപ്പിന്റെ ഉള്ളിൽ എന്തെന്ന് കാണുന്നില്ല, കുപ്പിന്റെ കളർ അങ്ങനെയാണ്, അതിന്റെ ഉള്ളിൽ എന്തെന്ന് കാണുന്നില്ല. കുപ്പി താഴെ വീണു. കുപ്പി താഴെ വീണിട്ട് ആ പിറക്കുന്നതിന്റെ ഇടയില് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്താണോ കുപ്പിയില്? എന്താണ് ആ കുപ്പിയില്? ആ ശീശക്കകത്തെന്താ, കുപ്പിക്കകത്തെന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, കുടിയനായ മനുഷ്യന് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കള്ള്. ആ കുപ്പിക്കകത്തുള്ള കള്ള്. പക്ഷെ പുറമേക്കത് കാണുന്നില്ല, അറിയുന്നില്ല. കുപ്പിയുടെ കളർ അങ്ങനെയാണ്. അതിൻ്റെ അകത്തുള്ളത് വെള്ളയാണോ ചുവപ്പാണോ നീലയാണോ ഒന്നും അറിയുന്നില്ല. പുറമേക്ക് കളർ ദൃശ്യമല്ല. ആ സഹോദരനതാ കള്ളിന്റെ കുപ്പി കയ്യിലെടുത്തിട്ട് നിവരുന്നതിന്റെ ഇടയില്, കുത്ത നിൽക്കുന്നതിന്റെ ഇടയില് അയാള് ദുആരുന്നു അത്ര. പടച്ച മനസ്സുകൊണ്ട് ദുആരുന്നു, പടച്ച റബ്ബേ ഇനി കുടിക്കില്ല അല്ലാ, എന്നെ സലാമത്താക്കല്ലാ എന്നുള്ള ദുആ. അത് നല്ല ദുആ, ഒന്നൊന്നര ദുആ, ഖൽബ് പൊട്ടിയിട്ടുള്ള ദുആ, അല്ലാഹുവിനെ മുന്നിൽ കണ്ടിട്ടുള്ള ദുആ, സകലതും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ദുആ. സുബ്ഹാനല്ലാഹ്. അതാ ദുആ തീരുന്നതിന്റെ ഇടയിൽ അയാള് കുത്ത നിന്നിട്ടായിട്ടില്ല. കുത്ത നിവരുന്നതിന്റെ ഇടയിൽ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ രണ്ടാമത് ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ല, നിന്നോടല്ലേ ചോദിച്ചത്, എന്താ കുപ്പിയില്, താഴെ വീണ കുപ്പിയിൽ എന്ത് എന്ന് ചോദിച്ചപ്പോ കുത്ത നിന്ന മനുഷ്യനതാ കുത്ത നിന്നിട്ട് പറയുകയാണ്, തങ്ങള് ഇത് പാലാണ്. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. മൂട് തുറന്നിട്ട് നോക്കിയില്ലെങ്കിൽ രക്ഷപ്പെടുവല്ലോ. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാള് പറഞ്ഞതാണ്. എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ചു ദുആരുന്ന്, സകലതും റബ്ബിലേക്ക് സമർപ്പിച്ചിട്ട് നിഷ്കളങ്കമായ നിഷ്കപടമായ നല്ല കൽബോടെ അയാള് ദുആരുന്ന്, റബ്ബേ ഇനി ഞാൻ കുടിക്കില്ല അല്ലാ, എന്നെ കാക്കല്ലാ. ഈ ദുആരുന്നതിന്റെ ഇടയിലാണ് രണ്ടാമത്തെ ചോദ്യം, എന്താടോ കുപ്പിയില? ആ മനുഷ്യനതാ സംശയലേശം എന്നെ പറഞ്ഞു, ഭയം കൈവിടാതെ പറഞ്ഞു, ധൈര്യം കൈവരിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങള് അമീറുൽ മുഅ്മിനീൻ തങ്ങള് ഇത് പാലാണ്. ഉമർ ഖത്താബ് തങ്ങൾ വാങ്ങുന്നു. ആ കുപ്പിയുടെ മൂട് തുറന്നിട്ടങ്ങ് മണപ്പിച്ചു നോക്കിയപ്പോ, ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കുപ്പിക്കകത്ത് പാലാണ്. റഹ്മാനായ റബ്ബ്, ഖുദ്റത്തുടയവനായ റബ്ബ്, പാവങ്ങളോടൊപ്പം കൂടുന്ന റബ്ബ്, കരഞ്ഞു കലങ്ങിയ കണ്ണുനീറിന്റെ വിലയറിയുന്ന റബ്ബ്, അയാളെ ദുആ സ്വീകരിച്ച് അയാളെ സലാമത്താക്കി. അയാളെ ദുആ ആ ദുആയായിരുന്നു, അങ്ങനെയുള്ള ദുആയായിരുന്നു. ഞങ്ങളെ പോലത്തെ നാടകത്തിന്റെ ദുആയല്ല. ഞങ്ങളത് വാങ്ങണേ.
ഇൻഷാല്ല ഇനി എന്തായും പിന്നെ നാളെ തന്നെ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണം ഇൻഷാല്ല. പടച്ചോനെ നീ തൗഫീഖ് അങ്ങനെ ഉണ്ട് നിസ്കരിച്ച പിന്നെ സുബഹിയില്ലേ ഇല്ലോ. ജാവു കബഡി, മഹിളാ കബഡി പന്ത്യാട്ട അവിടെ. ഇനി ഞാൻ കുറേ